CPTയിലെ 1 സീരീസാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. 1 സീരീസ് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു സീരീസ് എന്ന് പറയുന്നത് 0, 7, 8 എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പം കുറച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷനോട് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന സീരീസും ഒന്നാണ്. നിങ്ങൾ കൂടുതൽ ED അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫഷണൽ ഇതായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സീരീസും 1 സീരീസും പിന്നെ 9 സീരീസും ഒക്കെ ആയിരിക്കും. കാരണം ENMന് കൂടെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എമർജൻസി പ്രൊസീജിയേഴ്സായിട്ട് ലാസറേഷൻ അല്ലെങ്കിൽ ഇൻസിഷൻ, ഡ്രെയിനേജ് ഇതൊക്കെയാണ് വരാൻ കൂടുതൽ സാധ്യത. പിന്നെ അതിനകത്ത് പൈലോണിയൽ സിസ്റ്റം ഉണ്ടാവാം, എക്സിഷൻ ഉണ്ടാവാം, റിപ്പേഴ്സ് ഉണ്ടാവാം. ലാസറേഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ്. അതും വളരെ ഈസിയാണ്. അതിൽ വരുന്നത് ടോപ്പിക്സ് സ്കിൻ റിലേറ്റഡ് ആയതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള അനാട്ടമി ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കി പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെടുക്കാം. പിന്നെ റിപ്പേഴ്സ്, അത് സിമ്പിൾ, ഇൻ്റർമീഡിയറ്റ്, കോംപ്ലക്സ്, പിന്നെ ATT അഡ്ജസൻറ്റ് ടിഷ്യൂ ട്രാൻസ്ഫറാണ് ATT എന്ന് പറയുന്നത്. സോ ഇതാണ് അത്യാവശ്യം ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. പിന്നെ ഡിസ്ട്രക്ഷൻ പ്രൊസീജിയർ, മാസ്റ്റക്ടമി, ബ്രസ്റ്റിൽ വരുന്ന പ്രൊസീജിയേഴ്സ്, നെയിൽ പ്രൊസീജിയേഴ്സൊക്കെയാണ് ഇതിൽ കൂടുതലും വരുന്നത്. ഇത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ, ബയോപ്സി ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിൽ വരുന്നുണ്ടാവാം. പിന്നെ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് പാരന്തറ്റിക്കൽ നോട്ട് വായിക്കുക എന്നുള്ളത്. ഇപ്പം ഇത് ഇങ്ങനൊരു ആൻസർ നമുക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പോലും ഈ പാരന്തറ്റിക്കൽ നോട്ട് വായിച്ചാൽ മാത്രമേ ഇത് നമ്മൾ ആപ്ലിക്കബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പം ഇപ്പം ആക്നെ സർജറി, ഇതിൻ്റെ അകത്ത് മാസുപ്പലൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകരുത്. ഒരു വേർഡ് ബൈ വേർഡ് നോക്കണം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് സിമ്പിളും കോംപ്ലക്സും. ഇതിൻ്റെ അകത്ത് സിമ്പിളിൻ്റെ അകത്തും കോംപ്ലക്സിൻ്റെ അകത്തും എങ്ങനെ യൂസ് ചെയ്യണം, ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഷൻ ഒരു ആപ്സസ് അല്ലെങ്കിൽ ഒരു ലീഷൻ വന്നിരിക്കുന്നു, അതിൻ്റെ ലീഷനെ ഇൻസൈസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ആ ലീഷൻ എലമെൻറ്റ് ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഫിസിഷ്യൻ തന്നെ അതവിടെ ലീവ് ചെയ്ത് വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പണായിട്ട് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ. അത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്രെയിൻ ട്യൂബ്, ഗോ സ്ട്രിപ്പ്,